തൂണിലെ മാതാവ്. ഈ തൂണിലെ മാതാവ് എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം വേറൊന്നുമല്ല, സരഗാസോ എന്ന സ്ഥലത്ത് ഒരു മാർബിളിൻ്റെ തൂണിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് വേറൊന്നുമല്ല, പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച ഒരു പ്രത്യക്ഷപ്പെടലാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വചനവുമായി തൻ്റെ മകൻ്റെ ശിഷ്യന്മാർ യാത്ര ആരംഭിച്ചപ്പോൾ സ്പെയിനിലേക്ക് യാത്ര ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടത് യാക്കോബ് സ്ലീഹയാണ്. പക്ഷേ യാക്കോബ് സ്ലീഹായ്ക്ക് തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്ത് ഒരുപാട് അസ്വസ്ഥതകളിലൂടെ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ വലിയൊരു പില്ലറിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, മകനെ ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായി മുന്നോട്ട് പോകുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ആ പില്ലറ് അവിടെ തന്നെ നിലനിൽക്കുക. അമ്മ അവനോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ ഒരു ദേവാലയം പണിയണം. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ആദ്യത്തെ ദൈവാലയമായി നമുക്ക് ഈ സരഗാസോ എന്ന സ്ഥലത്തെ അവർ ലേഡി ഓഫ് പില്ലർ എന്ന് പറയുന്ന ദൈവാലയത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മ ഈ യാക്കോബ് സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് യാക്കോബ് സ്ലീഹായ്ക്ക് നൽകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധൈര്യമായിട്ടിരിക്കുക, പേടിക്കേണ്ട. വിശുദ്ധ ഗ്രന്ഥം കയ്യിലേന്തി വചനവുമായി സഞ്ചരിക്കുമ്പോൾ പാളിച്ചകൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അടിപതറാതെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ വലിയൊരു ഉറപ്പായിരുന്നു ഈ ഉറപ്പുള്ള സ്തംഭത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറി. ആയതിനാൽ പ്രിയമുള്ളവരെ, പുതിയൊരു ലോകത്തിലേക്കാണ് നമ്മുടെ യാത്ര. ആ ലോകത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു പുതിയ ലോകം വേറൊന്നുമല്ല, അത് നമ്മുടെ അമ്മയുടെ മകൻ്റെ ലോകമാണ്. അത് സ്വർഗലോകമാണ്. അത് സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ, ഒരുമയുടെ ഒരു ലോകമാണ്. ആ ലോകത്തിലേക്കുള്ള യാത്രയാണ്. വിശുദ്ധ ഗ്രന്ഥം മുറുകെ പിടിച്ച് അടിയുറച്ച വിശ്വാസത്തോടുകൂടെ നമുക്ക് അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കാം. അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പിതാണ്, ഭയപ്പെടേണ്ട. നീ എന്തിനാ പേടിക്കുന്നത്? നമുക്കൊരുമിച്ച് പുതിയ തീരുമാനങ്ങളിലൂടെ നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം. അമ്മേ മാതാവേ, ഞങ്ങളെ അതിന് പ്രത്യേകമായി മാധ്യസ്ഥ്യം വഹിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.